സുഹൃത്തെ, ഈ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് പണം അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്തിച്ചേരാൻ തടസ്സം വരുന്നുണ്ടോ? നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൽ ആദ്യത്തേത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസം, അതായത് ബിലീഫ്. കേട്ടിട്ടില്ലേ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിലേ മലയോളം ലഭിക്കുകയുള്ളൂ എന്ന്? അതിനാൽ പൂർണ്ണമായും ഇതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അടുത്തത് ആസ്ക്, അതായത് മനസ്സിന് ക്ലാരിറ്റി കൊടുക്കുക എന്നതാണ്. എന്ത്, എങ്ങനെ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ലഭിക്കണം. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് ക്ലാരിറ്റി കുറവാണെങ്കിലോ നിങ്ങളിൽ ആത്മവിശ്വാസ കുറവുണ്ടെങ്കിലോ ഇത് സംഭവിക്കുകയില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്പയേർഡ് ആക്ഷൻ, അതായത് ആക്ഷൻ എടുക്കുക. ഇതൊരു ഹിഡൻ സ്റ്റെപ്പാണ്. ഓപ്പർച്യൂണിറ്റീസ് ഏത് സമയത്ത് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഓർത്തുകൊണ്ടിരിക്കുക. സോ അതിനായി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. ബി ഇൻ റിസീവിംഗ് മോഡ്. ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ കൃത്യമായി പാലിക്കാനായാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും ഈ പ്രപഞ്ചശക്തി സാധിപ്പിച്ചു തരുന്നതാണ്. ഇനി എത്ര ശ്രമിച്ചിട്ടും ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഒരു നെഗറ്റീവ് തോട്ട് ഫിക്സഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ, ഹിപ്നോസിസം, NLP ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓർക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിച്ചു കഴിഞ്ഞതായി വിശ്വസിക്കുക. അത് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, ആ ഫീൽ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിൽ വിശ്വസിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.